സ്വാഗതം ടോപ് 10ലേക്ക്. അങ്ങനെ ജനാധിപത്യ മഹോത്സവത്തിന്റെ ഏറ്റവും മനോഹരമായ വർണ്ണാവേശം നിറഞ്ഞ കൊട്ടിക്കലാശവും കഴിഞ്ഞു. കേരളം ഇനി ആര് ഭരിക്കണമെന്ന ജനവിധിയുടെ നാളിന് 2 രാത്രികളുടെയും ഒരു പകലിന്റെയും സമയദൂരം മാത്രമാണ്. മുൻപെങ്ങുമില്ലാത്ത വീറും വാശിയും നിറഞ്ഞ തിരഞ്ഞെടുപ്പിൽ കൂട്ടിക്കിഴിച്ച് ആശ്വാസം കൊള്ളുമ്പോഴും അടിയൊഴുക്കുകളിലും അട്ടിമറികളിലും വല്ലാത്ത ആശങ്കയുണ്ട് മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും. അവസാന ദിവസം മാത്യു കുഴൽനാടൻ MLA പൊട്ടിച്ച ആ പ്രളയ ബോംബിന്റെ പ്രകമ്പനങ്ങൾ സംസ്ഥാനത്തെ ഈ തിരഞ്ഞെടുപ്പ് മാനങ്ങൾക്കപ്പുറം ഇനിയിപ്പോൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും മറ്റന്നാൾ ജനവിധി വരെ ഓരോ നിമിഷവും നിർണായകമാണ് സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും. വിശദമായ റിപ്പോർട്ടുകളിലേക്കൊക്കെ പോകാം. ആദ്യം തലക്കെട്ടുകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ആവേശത്തിരയിളക്കിയ കൊട്ടിക്കലാശം. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ ഒരു പകലും 2 രാത്രിയും. കൊട്ടിക്കലാശത്തിനിടെ പട്ടാമ്പിയിലും ഹരിപ്പാടും കൊട്ടാരക്കരയിലും നേരിയ സംഘർഷം. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന ആരോപണം ഉന്നയിച്ച് റാന്നിയിലും ആറന്മുളയിലും തിരുവല്ലയിലും കൊട്ടിക്കലാശം ഒഴിവാക്കി UDF. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കർശന പെരുമാറ്റച്ചട്ടവുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 9 മുതൽ 29 വരെ എക്സിറ്റ് പോളുകൾക്ക് നിരോധനം. ഇന്ന് വൈകിട്ട് 6 മുതൽ ഏപ്രിൽ 9 വരെ വൈകിട്ട് 6 വരെ അഭിപ്രായ സർവേകൾ പാടില്ല. ഇലക്ഷൻ കമ്മീഷൻ കാർഡില്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ച 12 രേഖകളുമായി സമ്മതിദായകർക്ക് വോട്ട് രേഖപ്പെടുത്താം. എല്ലാ ജില്ലാ സ്ഥാനങ്ങളിലും നാളെ വോട്ട് വിളംബര ഘോഷയാത്ര. സംസ്ഥാനത്ത് UDF തരംഗമെന്ന സർവേകളിൽ വിശ്വാസമില്ലെന്ന് കോൺഗ്രസ്. ഭരണവിരുദ്ധ വികാരമില്ലെന്നും തുടർ ഭരണം ഉറപ്പെന്നും LDF. മികച്ച വിജയം ഉറപ്പെന്ന BJP. കോഴിക്കോട് വീണ്ടും കോലി ബി സഖ്യമെന്ന CPM ആരോപണം പരാജയഭീതി കൊണ്ടെന്ന മുസ്ലിം ലീഗ്. LDFനെ പ്രതിരോധത്തിലാക്കി വൈക്കത്ത് CPI തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കർഷകൻ തൂങ്ങി മരിച്ചു. കലാശക്കൊട്ടിലും വാക്പോരുമായി നേതാക്കൾ. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ വിവാദ വാക് പ്രയോഗവുമായി മുഖ്യമന്ത്രി. മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാനോ. പിണറായി വിജയന്റെ സമയം കഴിഞ്ഞുവെന്നും ഇനി വിശ്രമിക്കുമെന്നും മുഖ്യമന്ത്രിക്ക് രേവന്ത് റെഡ്ഡിയുടെ മറുപടി. വിവാദങ്ങൾക്ക് ശേഷം ഡിയർ ശ്രീ രേവന്ത് റെഡ്ഡി എന്ന അഭിസംബോധനയോടെ കത്തയച്ചു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയെന്ന് VD സതീശൻ. കേരളത്തെ തകർത്ത 2018 പ്രളയം മനുഷ്യനിർമ്മിതമെന്ന ആരോപണവുമായി മാത്യു കുഴൽനാടൻ. തോട്ടപ്പള്ളി സ്പിൽവേ സമയത്ത് തുറക്കാതിരുന്നത് മേരി മാതാ കമ്പനിക്ക് വേണ്ടിയെന്ന വിമർശനം. മന്ത്രിയായിരുന്ന മാത്യു ടി തോമസിന് പങ്കെന്ന് തെളിയിക്കുന്ന K കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ പുറത്തുവിട്ട് മാത്യു കുഴൽനാടൻ. ആരോപണം തള്ളി വൈദ്യുതി മന്ത്രി. ശബ്ദരേഖ വ്യാജമെന്ന് മാത്യു ടി തോമസ്. വയനാട് കോൺഗ്രസ് ഭവന പദ്ധതി വിവാദത്തിൽ VD സതീശൻ, സണ്ണി ജോസഫ്, K സുധാകരൻ എന്നിവർക്കെതിരെ പോലീസിൽ പരാതി. ഹോർമുസ് തുറക്കാൻ ഡൊണാൾഡ് ട്രംപ് നൽകിയ അന്ത്യശാസനത്തിന്റെ സമയപരിധി അവസാനിക്കും മുൻപേ ശക്തമായ ആക്രമണം തുടങ്ങിയ അമേരിക്ക. ഇറാന്റെ എണ്ണക്കോട്ടയായ ഖാർഗ് ദ്വീപിലും തലസ്ഥാനമായ ടെഹ്റാനിലും കനത്ത ആക്രമണം. സമയപരിധിക്ക് മുൻപ് ഇറാൻ കരാറിലെ നിബന്ധനകൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഒരു ജനത മുഴുവൻ ഒരു രാത്രി കൊണ്ടില്ലാതാകുമെന്ന ഭീഷണി ആവർത്തിച്ച് ട്രംപ്. കുട്ടികളെ അടക്കം യുദ്ധമുഖത്ത് അണിനിരത്തി മനുഷ്യ ശൃംഖലകൾ സൃഷ്ടിച്ച ആക്രമണം ചെറുക്കാൻ ഇറാൻ. അടുത്ത 48 മണിക്കൂർ പുറത്തിറങ്ങരുതെന്ന ഇറാനിലെ ഇന്ത്യക്കാരോട് കേന്ദ്ര സർക്കാർ. ശബരിമല യുവതി പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികളിൽ തീരുമാനം പിന്നീടെന്ന ചീഫ് ജസ്റ്റിസ്. ആദ്യം നിയമപ്രശ്നങ്ങളിൽ ഉത്തരം കണ്ടെത്തും. കേന്ദ്ര സർക്കാരിന്റെ വാദം തുടങ്ങി. യുവതി പ്രവേശനം അനുവദിച്ചാൽ ആരാധനാ സ്വഭാവം മാറുമെന്നും വിശ്വാസത്തിൽ കോടതികൾ ഇടപെടരുത് എന്നും കേന്ദ്രം.
IPL-ൽ മഴ മൂലം മത്സരം വൈകുന്നു. പോരാട്ടം രാജസ്ഥാൻ റോയൽസും മുംബൈ ഇന്ത്യൻസും തമ്മിൽ. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെ പിരിച്ചുവിട്ട് ബംഗ്ലാദേശ് ദേശീയ സ്പോർട്സ് കൗൺസിൽ. ചരിത്രം കുറിച്ച ആർട്ടിമിസ് 2-വിലെ 4-അംഗ സംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നു. യാത്ര ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരത്തിൽ സഞ്ചരിച്ച മനുഷ്യർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ശേഷം ഓറിയോൺ പേടകം ചന്ദ്രനെ ചുറ്റി. സ്റ്റോറി ഓഫ് ദി ഡേ: നേട്ടങ്ങളുടെ നെറുകയിൽ നാരി കൂട്ടായ്മ. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യസ് പ്രൈഡ്. രാഷ്ട്രീയ കേരളത്തിന്റെ ഗതി നിശ്ചയിക്കുന്ന നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശത്തോടെ സമാപനമായി. വ്യത്യസ്തങ്ങളായ കാഴ്ചകളാൽ സമ്പന്നമായിരുന്നു തെക്കൻ കേരളത്തിലെ കൊട്ടിക്കലാശം. ബാൻഡ്മേളവും ചെണ്ടമേളവും നിശ്ചല ദൃശ്യങ്ങളുമൊക്കെയായി കലാശക്കൊട്ട പൂരമാക്കി മുന്നണികൾ മാറ്റി. ആവേശം അതിരുവിട്ടപ്പോൾ കൊട്ടാരക്കരയിൽ നേരിയ സംഘർഷവും ഉണ്ടായി. മൂന്നാഴ്ച നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശം ഓരോ നിമിഷത്തിലും നിറച്ചാണ് കൊട്ടിക്കലാശം കൊട്ടിക്കയറിയത്. രാവിലെ മുതൽ ഗ്രാമനഗര വ്യത്യാസങ്ങളില്ലാതെ ഓരോ വഴികളും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങളാലും മുദ്രാവാക്യം വിളികളാലും സമ്പന്നമായിരുന്നു. നാടും നഗരവും ഒന്നാകെ ആവേശം അലയടിച്ചുയർന്നപ്പോൾ കൊട്ടിക്കലാശത്തിൽ കണ്ടത് 10 മടങ്ങ് രാഷ്ട്രീയ ആവേശം. റോഡ് ഷോയും റാലികളുമായാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഓരോ മണ്ഡലങ്ങളിലെയും കലാശക്കൊട്ട് കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തിയത്. വ്യത്യസ്തങ്ങളായ കാഴ്ചകളാലും കലാശക്കൊട്ട് ആവേശമായി മാറി. ബാൻഡ്മേളവും ചെണ്ടമേളവും നിശ്ചല ദൃശ്യങ്ങളുമൊക്കെയായി കലാശക്കൊട്ട് പൂരമാക്കി മുന്നണികൾ. ക്രെയിനിൽ കയറിയും കൂളിംഗ് ഗ്ലാസ് വെച്ചും കിരീടമണിഞ്ഞും ഷാൾ ധരിച്ചും വിവിധ വേഷങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ സ്ഥാനാർത്ഥികൾ എത്തിയതോടുകൂടി കൊട്ടിക്കലാശം കളറായി. പത്തനംതിട്ടയിൽ വൈകിട്ട് 3 മണി മുതൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ശക്തിപ്രകടനം ആരംഭിച്ചു. പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷൻ റോഡിൽ LDF പ്രവർത്തകരും ജനറൽ ആശുപത്രി റോഡിൽ UDF പ്രവർത്തകരും പോസ്റ്റ് ഓഫീസ് റോഡിൽ NDA പ്രവർത്തകരും കൂടിച്ചേർന്നതോടുകൂടി കൊട്ടിക്കലാശം ആവേശത്തേരിലേറി. മഹാപ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ പ്രചാരണായുധമാക്കി UDF ഇത്തവണ കൊട്ടിക്കലാശം പ്രതിഷേധ ദിനമാക്കി. കൊല്ലത്തും ആവേശത്തിനൊട്ടും കുറവില്ലായിരുന്നു. കൊല്ലം ഇരവിപുരം മണ്ഡലങ്ങളിലെ 3 മുന്നണികളും കൊല്ലം ചിന്നക്കട റൗണ്ടിൽ ഒത്തുചേർന്നു. നഗരത്തിലെ വിവിധയിടങ്ങളിൽ നിന്നും പ്രകടനമായിട്ടാണ് 3 മുന്നണികളും ഇവിടേക്ക് എത്തിച്ചേർന്നത്. കൊടിതോരണങ്ങളും മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകർ കൊട്ടിക്കലാശം ആഘോഷമാക്കുകയും ചെയ്തു. കൊട്ടാരക്കരയിൽ UDF BJP പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കം നേരിയ സംഘർഷത്തിലും കലാശിച്ചു. UDF പ്രവർത്തകർ ചൈനീസ് പടക്കം പൊട്ടിച്ചത് BJP പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് കാരണമായത്. മൂന്നാഴ്ച കടലിരമ്പം പോലെ ഉയർന്ന മുദ്രാവാക്യങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണാവേശവും ഒടുവിൽ 6 മണിക്ക് കൊടിയിറങ്ങി. ഒരു ദിവസത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം 9-ന് കേരളം വിധി എഴുതും. വിവിധ ബ്യൂറോക്കൊപ്പം അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന് മധ്യകേരളത്തിൽ ആവേശകരമായ സമാപനം. ശബരിമല സ്വർണ്ണക്കൊള്ള, വയനാട് ഫണ്ട് തട്ടിപ്പ് തുടങ്ങിയ വിഷയങ്ങൾ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി. ഹരിപ്പാട്, ഈരാറ്റുപേട്ട, പട്ടാമ്പി, കളമശ്ശേരി എന്നിവിടങ്ങളിൽ പ്രവർത്തകർ തമ്മിൽ ചെറിയ വാക്കുതർക്കവും സംഘർഷവുമൊക്കെ ഉണ്ടായി. വടക്കൻ പറവൂരിൽ കലാശക്കൊട്ടിനിടെ കോൺഗ്രസ് പ്രവർത്തകൻ കുഴഞ്ഞു വീണ് മരിച്ചു. 3 മുന്നണികളും പരസ്യപ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ തങ്ങളുടെ കരുത്ത് കാട്ടാനുള്ള വേദിയാക്കി മാറ്റിയപ്പോൾ ആലപ്പുഴ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ആവേശം അതിരുകടന്നു. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിൽ സുധാകരനൊപ്പം KC വേണുഗോപാലും കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ സജി ചെറിയാൻ, ഹരിപ്പാട് രമേശ് ചെന്നിത്തല, കായംകുളത്ത് U പ്രതിഭ, M ലിജു, ആലപ്പുഴയിൽ ചിത്തരഞ്ജൻ, അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ, ദലീമ ജോജോ തുടങ്ങി
ജില്ലയിലെ പ്രമുഖർ കൊട്ടിക്കലാശം ആവേശമാക്കി. ഹരിപ്പാട് LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. പ്രചാരണം അവസാനിപ്പിക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇരുവിഭാഗം പ്രവർത്തകരും പരസ്പരം കല്ലും കുപ്പിയും കൊടിയും വലിച്ചെറിഞ്ഞു. പോലീസും നേതാക്കളും ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. പാലക്കാട് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആരംഭിച്ച കൊട്ടിക്കലാശം സുൽത്താൻപേട്ട ജംഗ്ഷനിലാണ് സമാപിച്ചത്. പട്ടാമ്പിയിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. സംഘർഷത്തിൽ 3 LDF പ്രവർത്തകർക്ക് പരിക്കേറ്റു. പോലീസ് ലാത്തി വീശി. പരാജയഭീതി കാരണമാണ് UDF ആക്രമണം നടത്തിയതെന്ന് LDF നേതാക്കൾ ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലമായ പറവൂരിലും കലാശക്കൊട്ട് വലിയ ആവേശത്തോടെയാണ് സമാപിച്ചത്. VD സതീശൻ, LDF സ്ഥാനാർത്ഥി ET ടൈസൺ മാസ്റ്റർ, NDA സ്ഥാനാർത്ഥി വത്സല പ്രസന്നകുമാർ എന്നിവർ പ്രവർത്തകർക്ക് ആവേശം പകർന്ന കലാശക്കൊട്ടിന്റെ ഭാഗമായി. ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശിക്കുന്ന പാട്ടായിരുന്നു UDF ക്യാമ്പ് ഉയർത്തിയതെങ്കിൽ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ടിറക്കിയ പുതിയ ഗാനമായിരുന്നു LDFന്റെ മറുപടി. കളമശ്ശേരി മണ്ഡലത്തിൽ മന്ത്രി P രാജീവിന്റെ പ്രചരണത്തിന് ആവേശം പകരാൻ റാപ്പർ വേടൻ എത്തിയിരുന്നു. ഇവിടെ LDF UDF പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. പ്രത്യേകം ക്രമീകരിച്ച ക്രെയിനിൽ കയറി നിന്നുകൊണ്ടാണ് തൃക്കാക്കര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത്. PT തോമസിന്റെ കട്ടൌട്ടുകളും കൊട്ടിക്കലാശത്തിലുണ്ടായിരുന്നു. കോട്ടയം ജില്ലയിലെ പാലായിലെ UDF സ്ഥാനാർത്ഥി മാണി C കാപ്പനും പുതുപ്പള്ളി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനും ആഘോഷപൂർവമായ കൊട്ടിക്കലാശം ഒഴിവാക്കിയിരുന്നു. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഈരാറ്റുപേട്ടയിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. കല്ലേറിൽ LDF പ്രവർത്തകന് ചെറിയ പരിക്ക് പറ്റി. സ്വരാജ് റൗണ്ടിനെ ഇളക്കി മറിച്ചുകൊണ്ടായിരുന്നു തൃശൂരിലെ കൊട്ടിക്കലാശം. സംഘർഷ സാധ്യത ഒഴിവാക്കാൻ വൻ പോലീസ് സന്നാഹമാണ് നഗരത്തിൽ ക്യാമ്പ് ചെയ്തിരുന്നത്. ഇടുക്കി ജില്ലയിലും കൊട്ടിക്കലാശം അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായി അവസാനിച്ചു. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ കൊട്ടിക്കലാശം കട്ടപ്പനയിലും UDF സ്ഥാനാർത്ഥി റോയ് കെ പൗലോസിന്റെയും NDA സ്ഥാനാർത്ഥി പ്രതീഷ് പ്രഭുവിന്റെയും കൊട്ടിക്കലാശം ചെറുതോണിയിലും നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. ആവേശം വാനോളം ഉയർത്തി വടക്കൻ കേരളത്തിൽ മുന്നണികൾ കൊട്ടിക്കലാശത്തോടെ നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. ജനപിന്തുണ തങ്ങൾക്കൊപ്പമാണെന്ന് കാണിക്കാനുള്ള വ്യഗ്രതയാണ് കൊട്ടിക്കലാശത്തിൽ മലബാറിലെങ്ങും കാണാനായത്. ചിലയിടത്ത് നടന്ന കയ്യാങ്കളികൾ ഒഴിച്ചുവെച്ചാൽ പൊതുവെ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെയാണ് പ്രചാരണം അവസാനിച്ചത്. വടക്കൻ കേരളത്തിൽ സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ പോലീസും കേന്ദ്രസേനയും കലാശക്കൊട്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്ക് നീങ്ങാതിരിക്കാൻ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത്. ത്രികോണ മത്സരം നടക്കുന്ന മഞ്ചേശ്വരം, കാസർഗോഡ്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ്, ഉപ്പള, കാഞ്ഞങ്ങാട് ടൗൺ, പാലക്കുന്ന്, തൃക്കരിപ്പൂർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം നടന്നത്. കണ്ണൂർ, തലശ്ശേരി, തളിപ്പറമ്പ്, ഇരിട്ടി, പയ്യന്നൂർ എന്നിവിടങ്ങളിലെല്ലാം മുന്നണികളുടെ ശക്തി പ്രകടനങ്ങളായി കൊട്ടിക്കലാശം മാറി. സംഘർഷ സാധ്യതയുള്ളതിനാൽ ചെറിയ സംഘങ്ങൾക്കാണ് പ്രകടനത്തിന് അനുമതി നൽകിയിരുന്നത്. മലപ്പുറം കുന്നുമലിൽ PK കുഞ്ഞാലിക്കുട്ടി, KT മുജീബ്, അശ്വതി ഗുപ്ത എന്നീ 3 സ്ഥാനാർത്ഥികളും കൊട്ടിക്കലാശത്തിനായി എത്തി. വേങ്ങര, തിരൂർ മണ്ഡലങ്ങളിൽ കൊട്ടിക്കലാശത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല. പെരിന്തൽമണ്ണ, മഞ്ചേരി, ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും കൊട്ടിക്കലാശം പ്രവർത്തകർ ആവേശഭരിതമാക്കി. കോഴിക്കോട് ബേപ്പൂരിൽ PV അൻവറിന്റെ കൊട്ടിക്കലാശത്തിനിടെ LDF പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ കയ്യാങ്കളിയുണ്ടായി. PV അൻവർ തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവച്ചു. ജനങ്ങൾ ആവേശഭരിതരാണ്. ഒരു മാറ്റം 100% സംഭവിക്കും. ജയിക്കും. എത്രയാണ് ഭൂരിപക്ഷം എന്ന് പറയാൻ വേണ്ടി പറ്റും? 25,000 കുറയാത്ത വോട്ടിനേക്കും. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന്റെ കൊട്ടിക്കലാശം അരക്കിണറിലാണ് സമാപിച്ചത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. മതവർഗീയതക്കെതിരെ സ്വന്തം ജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെട്ടാലും പോരാടാൻ ഞങ്ങൾ തയ്യാറാണ്. പേരാമ്പ്ര കൊട്ടിക്കലാശത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല. വടകര സമയം കഴിഞ്ഞും LDF UDF പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് ഉന്തും തള്ളുമുണ്ടായി. ഒടുവിൽ നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്. മലബാറിൽ ആവേശകരമായ കൊട്ടിക്കലാശത്തിനാണ് പരിസമാപ്തിയായിരിക്കുന്നത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.
നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പ്രസ് മീറ്റിൽ അറിയിച്ചു. വൈകിട്ട് 6 മുതൽ നിശബ്ദ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. ആകെ 883 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. 30,471 പോളിംഗ് സ്റ്റേഷനുകൾ തയ്യാറാക്കി. ഇതിൽ 884 എണ്ണം മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളാണ്. ഹോം വോട്ടിംഗ് 98% പൂർത്തിയായി കഴിഞ്ഞു. ഏപ്രിൽ 9 മുതൽ 29 വരെ എക്സിറ്റ് പോളുകൾ നിരോധിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് വൈകിട്ട് 6 മുതൽ പോളിംഗ് ദിവസം വൈകിട്ട് 6 വരെ അഭിപ്രായ സർവേകൾക്കും നിരോധനമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ കാർഡ് ഇല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ച 12 രേഖകളുമായി സമ്മതിദായകർക്ക് വോട്ട് രേഖപ്പെടുത്താം. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ ആസ്ഥാനത്തും നാളെ വോട്ട് വിളംബര ഘോഷയാത്ര നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. Prohibition under section 126A of RP Act 1951 അനുസരിച്ചിട്ട് എക്സിറ്റ് പോളുടെ prohibition as per Election Commission of Indiaയുടെ ഗൈഡ്ലൈൻസ് അനുസരിച്ചിട്ട് 7 AM on 9th April മുതൽ 6:30 PM on 29th April വരെ എക്സിറ്റ് പോളുടെ prohibition ഉണ്ടാവും. ഗുരുതര പരാതിയുമായി ജി സുധാകരൻ ഇന്നിപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ സാന്നിധ്യം അമ്പലപ്പുഴയിലുണ്ട് എന്നും തിരഞ്ഞെടുപ്പിനെ കായികമായി നേരിടാൻ CPM-ലെയും SNDP-യിലും നീക്കം നടക്കുന്നു എന്നുമാണ് പരാതിയിൽ. അമ്പലപ്പുഴ ഡിവൈഎസ്പിക്കും ജി സുധാകരൻ പരാതി നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ദിവസം കലാപമുണ്ടാക്കാൻ ആസൂത്രണമുണ്ട് എന്നും CPM സഹായത്തോടെ SDPI അതിന് ശ്രമിക്കുന്നു എന്നുമാണ് പരാതിയിലുള്ളത്. CPM SDPI ജില്ലാ സെക്രട്ടറിമാർക്കെതിരെ പേരെടുത്താണ് പരാതി. ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. തലസ്ഥാനം പിടിച്ചാൽ ഭരണം പിടിച്ചു എന്നതാണ് രാഷ്ട്രീയ കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇത് ഏതാണ്ട് ഉറപ്പിക്കുന്നുമുണ്ട്. ആകെയുള്ള 14 സീറ്റിൽ 13 സ്വന്തമാക്കിയാണ് ഇടതുപക്ഷം തുടർ ഭരണത്തിലേക്ക് എത്തിയത്. എന്നാൽ ഇത്തവണ അത്ര കാര്യങ്ങൾ എളുപ്പമല്ല. സീറ്റുകളെല്ലാം തൂത്തുവാരിയ പത്തനംതിട്ടയിലും കൊല്ലത്തും കഴിഞ്ഞ തവണ നേടിയ മുന്നേറ്റം ഇത്തവണ ഇടതിന് സാധ്യമാകുമോ എന്നതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും പരസ്യപ്രചരണം പൂർത്തിയാക്കി പോളിംഗ് ബൂത്തിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ തെക്കൻ കേരളത്തിലെ സീറ്റ് നിലകൾ നിർണായകമാകുമെന്നതിൽ തർക്കമില്ല. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, വിശ്വാസങ്ങളെല്ലാം അവിടെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. പക്ഷേ എല്ലാത്തിനുമപ്പുറം മിക്കയിടത്തും ഈ മത്സരം കടുക്കുന്നിടത്തെല്ലാം അതിൻ്റെ ഫലം പ്രവചനാതീതമാണ് എന്ന് പറയാനേ നമുക്ക് സാധിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകൾ എത്രത്തോളം പ്രധാനമാണ് 3 മുന്നണികൾക്ക്? തീർച്ചയായും നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ തിരുവനന്തപുരം പിടിച്ചാൽ സംസ്ഥാനം പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു നില തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് അതിനെ സാധൂകരിക്കുന്ന തരത്തിലുമായിരുന്നു. കഴിഞ്ഞ തവണ തിരുവനന്തപുരം മാത്രമല്ല തെക്കൻ കേരളം മുഴുവൻ LDF തൂത്തുവാരിക്കൊണ്ട് തന്നെയാണ് തുടർ ഭരണത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. അത് 30 സീറ്റുകളാണ് ഈ 3 ജില്ലകളിലായി, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലായി 30 സീറ്റുകളാണുള്ളത്. അതിൽ 3 സീറ്റുകൾ മാത്രമാണ് UDF-ന് നേടാൻ കഴിഞ്ഞത് കഴിഞ്ഞ തവണ എന്നുള്ളതാണ്. ബാക്കിയുള്ള 27 സീറ്റുകളും സ്വന്തമാക്കിക്കൊണ്ടാണ് LDF അധികാരത്തിലേക്ക് തുടർ ഭരണത്തിലേക്ക് എത്തുകയും ചരിത്രം കുറിക്കുകയും ചെയ്തത്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അത്രമാത്രം സുഖകരമല്ല എന്നുള്ളതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ വേളയിൽ ഒപ്പം തന്നെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു നിലയുള്ളത്. പ്രധാനമായും സംസ്ഥാനം ഒന്നാകെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെല്ലാം തന്നെ വരുന്നത് ഏതാണ്ട് ഈ 3 ജില്ലകളിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രധാനമായും BJP തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായി കണക്കാക്കുന്ന നേമം, ഒപ്പം തന്നെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് തുടങ്ങിയ ഈ 3 മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള ഒരു ത്രികോണ മത്സരം തന്നെ അവിടെ നടക്കുന്നു. പ്രവചനാതീതം എന്ന് തന്നെ നമുക്ക് ഈ മണ്ഡലങ്ങളിലെ മത്സരത്തെ കൃത്യമായി വിശേഷിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 14 മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. അതിൽ ഒരു മണ്ഡലത്തിൽ പോലും ഏതാണ്ട് തിരുവനന്തപുരം സെൻട്രലിൽ മാത്രം നമുക്ക് ഒരുപക്ഷെ പറഞ്ഞു വെക്കാൻ കഴിയും CP ജോണിന് ഒരു മുൻതൂക്കമുണ്ട് എന്നുള്ള നിലയിൽ നമുക്ക് ഒരുപക്ഷെ പറഞ്ഞു വെക്കാൻ പറ്റും. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ഒന്നും തന്നെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിക്കോ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കോ ഈസി വാക്ക് ഓവർ എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സ്ഥിതി നിലവിലില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രചാരണ പരിപാടികൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ നമുക്ക് ഗ്രൗണ്ടിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്.
വർക്കലയിലാണെങ്കിൽ പോലും കൃത്യമായ രീതിയിലുള്ള ത്രികോണ മത്സരം തന്നെ അവിടെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. വർക്കലയിൽ വി ജോയിയെ ആണ് അവിടെ നിർത്തിയിരിക്കുന്നത്. അദ്ദേഹം ജില്ലാ സെക്രട്ടറി കൂടിയാണ്, നിലവിലെ MLA ആണ്. പക്ഷേ വർക്കല കഹാർ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്ന ഒരു ഘട്ടത്തിൽ അത് ഈ ഉണ്ടായിരുന്ന ഒരു അപ്രമാദിത്വം പൂർണ്ണമായും ഇല്ലാതാവുകയും തുടർന്ന് അവിടെ ഒരു ശക്തമായ ഒരു മത്സരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ആ നിലയ്ക്ക് ശക്തമായിട്ടുള്ള മത്സരം അവിടെ നടക്കുന്നു. അങ്ങനെ ബാക്കിയുള്ള മണ്ഡലങ്ങളെല്ലാം സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം ഈ 3 മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരങ്ങൾ തന്നെ നടക്കുന്നു. BJPയുടെ സാന്നിധ്യം തന്നെയാണ് ആ മണ്ഡലങ്ങളെ സൂപ്പർ സ്റ്റാർ മണ്ഡലങ്ങൾ എന്ന നിലയിലേക്കും ഒപ്പം തന്നെ രാഷ്ട്രീയ കേരളത്തിന്റെ പ്രത്യേകമായിട്ട് ശ്രദ്ധാകേന്ദ്രമാക്കുന്ന നിലയിലേക്കും എത്തുന്നത് എന്നുള്ളതാണ്. ഈ 3 മണ്ഡലങ്ങളിൽ ഒരു പരിധിവരെ വിജയിക്കാനായിട്ട് അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം നടത്താൻ വേണ്ടി BJPക്ക് സാധിക്കും. നേമത്ത് ഇത്തവണ അവർ വിജയിക്കും എന്നുള്ളത് ഉറച്ച വിശ്വാസം തന്നെയാണ് നിലവിലുള്ളത്. അവിടെയും ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നു. വി ശിവൻകുട്ടി അവിടെ നിലവിൽ അദ്ദേഹം അവിടെ MLA ആണ്. അവിടെ എതിർ സ്ഥാനത്ത് അല്ലെങ്കിൽ UDF വേണ്ടി മത്സരരംഗത്ത് ഇത്തവണയുള്ളത് ശബരിനാഥനാണ്. പക്ഷെ ശബരിനാഥൻ പിടിക്കുന്ന വോട്ടുകൾ അതാകും ഒരുപക്ഷെ ഈ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരൊപ്പം തന്നെ നമുക്ക് ഫീൽഡിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ആ നിലയ്ക്ക് നിയമം വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു മണ്ഡലം തന്നെയാണ്. BJP അവിടെ ശക്തമായ രീതിയിലുള്ള അവരുടെ വിശ്വാസം ഉറപ്പിക്കുന്നുണ്ട്. ഇത്തവണ നിയമം പിടിച്ചെടുക്കുമെന്ന് തന്നെ പറയുന്നു. പക്ഷേ അവിടെ ചില ഒഴുക്കുകൾ ഉണ്ടാകും എന്നുള്ള നിലയ്ക്കുള്ള ചില പ്രചരണങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കൊട്ടിക്കലാശത്തിന് ശേഷം ചില പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അതേ നിലയിൽ തന്നെയാണ് വട്ടിയൂർക്കാവിൽ ശക്തമായ രീതിയിലുള്ള ത്രികോണ മത്സരം തന്നെ നടക്കുന്നു എന്നുള്ള നിലയിൽ തന്നെയാണ് ഉള്ളത്. ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലേക്ക് പോകുകയാണ്. പത്തനംതിട്ടയിൽ 5 മണ്ഡലങ്ങളാണ് നിലവിലുള്ളത്. പത്തനംതിട്ട ഈ 5 മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ LDF തൂത്തുവാരി ഏതാണ്ട് ക്ലീൻ സ്വീപ്പ് എന്ന് പറയുന്ന നിലയിൽ തന്നെ നമുക്ക് ആ ഒരു സാഹചര്യത്തെ കണക്കാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത്തവണ അത് ആ നിലയ്ക്കല്ല. ആറന്മുളയിൽ ഉൾപ്പെടെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം തന്നെ നടക്കുന്ന സ്ഥിതിയുണ്ട്. ആറന്മുളയിൽ ഈ സംസ്ഥാനത്തെ ഏതെല്ലാം തരത്തിലുള്ള വിഷയങ്ങളാണോ ഉണ്ടായിരുന്നത് അതെല്ലാം തന്നെ ആറന്മുളയിൽ പ്രചരണ വിഷയങ്ങളായി എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആരോഗ്യമന്ത്രിക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള ആരോഗ്യ വകുപ്പിനെതിരായിട്ടുള്ള പ്രചാരണങ്ങൾ തീർച്ചയായും എബി പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അത്ര പെട്ടെന്ന് ഒരു മുന്നണിക്കും അങ്ങ് കയറിപ്പോകാൻ പറ്റുന്ന തരത്തിലല്ല. ഒരുപക്ഷെ ഒരാഴ്ച മുൻപോ അല്ലെങ്കിൽ 2 ആഴ്ച മുൻപോ 1 മാസം മുൻപോ ഉള്ള സ്ഥിതിയല്ല ഈ അവസാന നിമിഷം, ഈ പരസ്യപ്രചരണം അവസാനിക്കുന്ന ഇന്ന് ഈ നിമിഷം നമുക്ക് പറയുമ്പോൾ പലയിടത്തും അതിശക്തമായ മിക്കവാറും മണ്ഡലങ്ങളിൽ അതിശക്തമായ മണ്ഡലം BJP NDAയുടെ കൃത്യമായ സാന്നിധ്യം അടക്കം വരുമ്പോൾ നല്ല രീതിയിലുള്ള മത്സരം നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മധ്യ കേരളത്തിലേക്ക് പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വീറും വാശിയും ഒക്കെ ഉള്ള പ്രചരണം അവസാനിച്ചപ്പോൾ രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, എടുത്തു പറയുകയാണെങ്കിൽ ഒരുപക്ഷെ UDF അങ്ങേയറ്റം പ്രതീക്ഷയോടെ നോക്കുകയാണ്. മധ്യ കേരളത്തെ സീറ്റുകളെല്ലാം തിരിച്ചു പിടിക്കണം, അതേസമയം ഈ സീറ്റുകളെല്ലാം നിലനിർത്തി ഒരു 3ാം പിണറായി ഭരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഇടത് ഭരണത്തിലേക്ക് നീങ്ങാൻ അതിനുള്ള തയ്യാറെടുപ്പുകളായി LDF. അതേസമയം നമുക്ക് NDAയുടെ ആ ഒരു മുന്നേറ്റം തൃശ്ശൂരിൽ ഉൾപ്പെടെയുണ്ട്. അതിനെ കാണാതിരിക്കാനും സാധിക്കുന്നില്ല. ഒപ്പം ഈ മതസാമുദായിക ശക്തികൾ വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്ന മധ്യ കേരളം എങ്ങനെ വിലയിരുത്തുന്നു? സ്വപ്ന, പൊതുവെ മധ്യകേരളം എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് എറണാകുളം ജില്ല ഉൾപ്പെടുന്ന മധ്യകേരളം UDFനെ പിന്തുണച്ചു പോകുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ LDFന് ഒരു നേരിയ ആധിപത്യമെങ്കിലും ഉറപ്പിക്കാൻ കഴിയുന്നൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും UDFന്റെ കുത്തക മണ്ഡലങ്ങളിൽ പോലും LDFന് കടന്നു കയറാൻ കഴിയുന്നു എന്നുള്ളതാണ്. കൊച്ചി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അതിന് ഉദാഹരണമാണ്. അതിന് ഇത്തവണ എത്രത്തോളം മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ജില്ലയിലെ ആകെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. ഒപ്പം തന്നെ അത്തരം ചില നിർണായക നീക്കങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. സഭാ നേതൃത്വവുമായി നേരിട്ട് സതീശൻ കൂടിക്കാഴ്ച നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഗുണകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷേ UDFന് വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ മറ്റ് ജില്ലകളിലും സമാനമായ രീതിയിൽ തന്നെയാണ്. തൃശ്ശൂരാണെങ്കിൽ BJPയുടെ സാന്നിധ്യം പ്രധാന മണ്ഡലങ്ങളെല്ലാം തന്നെയുണ്ട്. അത് ഏത് തരത്തിൽ അത് പ്രതിഫലിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയാണ്. സ്വാഭാവികമായും വലിയ പോരാട്ടം LDF ഇടതുപക്ഷം കാഴ്ചവെക്കുന്ന ഒരു ജില്ലയാണ്. LDFന് CPMന് പ്രത്യേകിച്ച് ശക്തമായ വേരോട്ടമുള്ള ജില്ല കൂടിയാണ്. പക്ഷേ ആ ജില്ലയിൽ ചില അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് അമ്പലപ്പുഴയിൽ നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയ നീക്കങ്ങൾ, കോൺഗ്രസ് നേതൃത്വത്തിൽ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾ കണ്ടതാണ്. അത് ഏതെങ്കിലും തരത്തിൽ മറ്റു മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സ്വാധീനത്തെ അടക്കം തന്നെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ വരികയാണെങ്കിലാണ് ഏതെങ്കിലും ഒരു അടിയൊഴുക്കുകൾ ഉണ്ടാകുക എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. കോട്ടയത്തും ഇടുക്കിയിലും സമാനമായ രീതിയിൽ തന്നെയാണ് UDFന്റെ കുത്തക സ്ഥലങ്ങൾ എന്ന നിലയിൽ തന്നെ വിലയിരുത്തിയാണ്. പക്ഷേ അവിടെ
അതിലേക്കൊക്കെ തന്നെ കേരള കോൺഗ്രസിൻ്റെ സാന്നിധ്യത്തോടുകൂടി തന്നെ കടന്നു കയറാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായൊരു തിരിച്ചുവരവ് മധ്യ കേരളത്തിൽ UDF നടത്തിയിട്ടുണ്ട്. അത് ആവർത്തിക്കാൻ കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ തന്നെ വളരെ കൃത്യമായ ഒരു ഭൂരിപക്ഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ UDFന് കഴിഞ്ഞേക്കും. അത് ഒരുപക്ഷേ സർക്കാർ രൂപീകരണത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് എല്ലാ MLA-മാരും തങ്ങളുടെ മണ്ഡലങ്ങളിൽ കൃത്യമായി കളം നിറഞ്ഞ് നിന്നിട്ടുണ്ട്. അതൊരു പക്ഷേ ഗുണകരമാകുമെന്ന് തന്നെയാണ് LDF വിലയിരുത്തുന്നത്. മാത്രമല്ല ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ മറ്റ് രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കയ്ക്ക് വകയില്ലെന്ന് LDF കരുതുന്നുണ്ട്. മറുവശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് മുന്നണികളെയും അതിശക്തമായി വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് 2020 തന്നെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള നീക്കം എറണാകുളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ NDAയുടെ ഭാഗത്ത് BJPയുടെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിലേക്ക് പോയാൽ പത്മജ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തറയിൽ അഞ്ജലി നായർ നിൽക്കുന്നു. അത് 2020 കാൻഡിഡേറ്റ് ആണ് എങ്കിൽ പോലും സ്വാഭാവികമായും അഖിൽമാരാരൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ തന്നെ വ്യക്തിപരമായ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഫലം പ്രവചനാതീതമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ഓരോ മണ്ഡലത്തിലും സമാനമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ഏതായാലും ഷോൺ ജോർജും PC ജോർജും ഒക്കെ മത്സരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. സ്വാഭാവികമായും അത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തപ്പെടേണ്ടതാണ്. ഏതായാലും മധ്യ കേരളത്തിൽ ആർക്കും മേൽക്കൈ കിട്ടും. അവർ സ്വാഭാവികമായും ഭരണത്തിലേക്ക് എത്തുന്നതാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നു പോകുന്നത്. അതിനേതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ അതോ അതേ രീതി തന്നെ തുടർന്നു പോകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും ആവേശോജ്വലമായി തന്നെയാണ് ആ കലാശക്കൊട്ട അവസാനിച്ചിരിക്കുന്നത്. ഇനി നിശബ്ദ പതനത്തിലേക്ക് മധ്യ കേരളവും കടന്നിരിക്കുകയാണ്. സ്വപ്ന. കോഴിക്കോട് വീണ്ടും കോലിബി സഖ്യമെന്ന CPM ആരോപണം ഉയരുകയാണ്. കോഴിക്കോട് നോർത്ത് കൊയിലാണ്ടി മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ BJPയുമായി ധാരണയുണ്ടെന്ന ആരോപണം ഉന്നയിക്കുന്നത് CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബാണ്. പരാജയഭീതിയിൽ നിന്നാണ് CPMന്റെ ആരോപണമെന്ന് BJPയും UDFും തിരിച്ചടിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്ന വേളയിലാണ് കോഴിക്കോട് CPM ജില്ലാ നേതൃത്വം പഴയ കോലിബി സഖ്യം ആവർത്തിക്കുകയാണെന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. കൊയിലാണ്ടി കോഴിക്കോട് നോർത്ത് മണ്ഡലങ്ങളിൽ BJP UDFനെ ജയിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുവെന്നാണ് ആരോപണം. ആരോപണത്തിന് തെളിവില്ലെങ്കിലും ഈ പശ്ചാത്തലത്തിൽ BJP വോട്ട് കുറയാതെ നോക്കണമെന്നും CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. BJPയുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് നോർത്ത് കൊയിലാണ്ടി മണ്ഡലങ്ങളിലെല്ലാം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയണം. കോർപ്പറേഷനിൽ BJPക്ക് വോട്ടുണ്ട്. ഇവിടെ ആ വോട്ടിലൊരു വോട്ട് പോലും കുറയാതെ BJPക്ക് നേടാൻ കഴിയണം അല്ലെങ്കിൽ അത് നേടണം എന്ന് വെല്ലുവിളിയായി തന്നെ പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. അതേസമയം CPIM പരാജയഭീതിയിൽ നിന്നാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന് വനിതാ മോർച്ച സംസ്ഥാന അധ്യക്ഷയും കോഴിക്കോട് നോർത്ത് മണ്ഡലം NDA സ്ഥാനാർത്ഥിയുമായ നവ്യ ഹരിദാസ് തിരിച്ചടിച്ചു. CPM തോൽവി സമ്മതിച്ചതുകൊണ്ടാണ് അതിനുള്ള എക്സ്ക്യൂസസ് തേടുന്നത്. ആ എക്സ്ക്യൂസ് ആയിട്ട് ഇതിനെ കാണാൻ പറ്റൂ. ഞങ്ങൾക്ക് ഡീലില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഡീല് ഇവിടെയുള്ള പൊതുജനങ്ങളുമായിട്ടാണ്. കോഴിക്കോട്ടെ UDFന്റെ മുന്നേറ്റത്തിൽ ഭീതി പൂണ്ടാണ് ആരോപണമെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K ജയന്തും പ്രതികരിച്ചു. മെഹബൂബിന്റെ പ്രശ്നം എന്താ അറിയോ? മെഹബൂബ് ജില്ലാ സെക്രട്ടറി ആവുന്നതിന് മുമ്പ് കഴിഞ്ഞ ജില്ലാ സെക്രട്ടറി വരെ 10-11 സീറ്റൊക്കെ ജയിച്ചിരുന്നു. മെഹബൂബ് ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം പച്ച തൊട്ടിട്ടില്ല ഈ ജില്ലയിൽ. മെഹബൂബ് ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം ആദ്യമായി ജില്ലാ പഞ്ചായത്ത് പോയി. കോഴിക്കോട് ജില്ലയിലെ കൂടുതൽ മുനിസിപ്പാലിറ്റികൾ നഷ്ടപ്പെട്ടു. മിക്കവാറും പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പൂർണ്ണമായി 13 സീറ്റും UDF ജയിക്കാൻ പോവുക. അപ്പം മെഹബൂബിനെ സംബന്ധിച്ചിടത്തോളം വിഭ്രാന്തി പിടിച്ചു പോയത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കൊയിലാണ്ടി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ കൂടെയായ അഡ്വക്കേറ്റ് K പ്രവീൺകുമാറാണ്. LDF സ്ഥാനാർത്ഥി K ദാസനും NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണനുമാണ്. കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷമാണ് ജില്ലയിലെ 2 മണ്ഡലങ്ങളിൽ ഡീൽ ആരോപണവുമായി CPIM ജില്ലാ കമ്മിറ്റി തന്നെ രംഗത്തെത്തിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ലീഗിനെതിരായ ഡീൽ ആരോപണം LDF വിരണ്ടതുകൊണ്ടാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പരാജയഭീതിയിൽ ഒരേ ആരോപണം BJPയും LDFും നടത്തുകയാണ്. രാജീവ് ചന്ദ്രശേഖരനും A വിജയരാഘവനും ഒരേ രീതിയിലാണ് സംസാരിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ കൊട്ടിക്കലാശത്തോടെ പ്രചരണം അവസാനിച്ചപ്പോൾ പ്രതീക്ഷയിലാണ് മുന്നണികൾ. കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന പ്രതീക്ഷയിൽ നിശബ്ദ പ്രചാരണത്തിലേക്ക് നീങ്ങുന്നു സ്ഥാനാർത്ഥികൾ. വടക്കൻ കേരളത്തിലെ മുന്നണികളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. MM രാകേഷ് ചേരുകയാണ്. രാകേഷ്, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പലയിടത്തും പ്രവചനാതീതമാകുന്ന സാഹചര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിമതന്മാരും കളം മാറ്റി ചവിട്ടിയവരും
ഒക്കെ രംഗത്ത് വരുന്നൊരു സാഹചര്യത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച SDP, ജമാഅത്തെ ഉള്ളവർ അടക്കമുള്ളവർ, രംഗത്തുള്ള സമുദായ സംഘടനകളുടെ ഇടപെടൽ, ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മളീ പറയുന്നതിനൊക്കെ അപ്പുറമുള്ള ഒരു ജനവിധി, ഒരുപക്ഷെ ബലാബലം തുല്യത്തിലൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയൊക്കെ പോകുമോ എന്ന ഒരു ആശങ്ക സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും അതിൻ്റെ കൗതുകം നമ്മൾക്കുമുണ്ട്. വടക്കൻ കേരളത്തിൽ ശ്രദ്ധേയമായ മത്സരമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ നിന്ന് പ്രവചനത്തിന് യാതൊരു സാധ്യതയുമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ്. നമുക്ക് കാസർഗോഡ് നോക്കുകയാണെങ്കിൽ കാസർഗോഡ് നേരത്തെ ചുണ്ടിനും കപ്പിനുമിടയിലാണ് കാസർഗോഡ് മണ്ഡലം NDAക്ക് BJPക്ക് നഷ്ടമായിട്ടുള്ളത്. KS സുരേന്ദ്രനിലൂടെ ഇത് തിരിച്ചു പിടിക്കാനാകുമോ എന്നുള്ള ശ്രമമാണ് NDA നടത്തുന്നത്. അതേസമയം തന്നെ കാസർഗോഡ് നേരത്തെ ഉണ്ടായിരുന്ന LDFൻ്റേത് ഉൾപ്പെടെയുള്ള കുത്തക മണ്ഡലങ്ങൾ നേരെ തിരിച്ച് സന്ദീപ് വാര്യരുടെ ഉൾപ്പെടെയുള്ള മത്സരം നടക്കുന്നുണ്ട്. ആ മത്സരത്തിലൊക്കെ തന്നെ ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെക്കാനാകുമോ എന്ന് UDF നോക്കുന്ന സാഹചര്യമാണുള്ളത്. കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ വിമതന്മാരെ മുന്നിൽ നിർത്തിയുള്ള പോരാട്ടത്തിനാണ് UDF നേതൃത്വം നൽകിയിട്ടുള്ളത്. നമുക്കറിയാം TK ഗോവിന്ദനൊപ്പം തന്നെ V കുഞ്ഞികൃഷ്ണൻ ഇവരെ ഉൾപ്പെടെ മുന്നിൽ നിർത്തിയുള്ള പോരാട്ടത്തിനാണ് UDF നേതൃത്വം നൽകിയിട്ടുള്ളത്. ഈ കാര്യം വിജയം കാണുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതേസമയം LDFനെ സംബന്ധിച്ച് അവരുടെ ഉറച്ച കോട്ട നിലനിർത്തുക എന്നുള്ളത് നിർണായകമാണ്. കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ ശക്തമായ പോരാട്ടം നടത്തുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിക്കാൻ ഫാത്തിമ തേലിയ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ മുന്നിൽ നിർത്തുന്നതോടുകൂടി UDF ക്യാമ്പിന് കഴിയുന്നുണ്ട്. PV അൻവറിനെ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയാക്കുന്നതോടുകൂടി അത്തരത്തിലൊരു പ്രതീതി സൃഷ്ടിക്കാൻ UDFന് കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ LDFനെ സംബന്ധിച്ച് കോഴിക്കോട്ടെ കോട്ട ഉറപ്പിച്ചു നിർത്തിയില്ലെങ്കിൽ അത് ജനങ്ങൾ സാഹൂത മത്സരം വീക്ഷിക്കുന്ന മണ്ഡലങ്ങളടക്കമാണ് വടക്കൻ കേരളത്തിലും ഉള്ളത്. എന്തായാലും ജനവിധിക്ക് വേണ്ടി കാത്തിരിക്കുക തന്നെയാണ്. അതിനിടെ ഇന്നിപ്പോൾ LDFനെ പ്രതിരോധത്തിലാക്കി വൈക്കം തലയാഴത്ത് CPI ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു. ചെല്ലപ്പൻ എന്ന കർഷകൻ. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തലയാഴം സ്വദേശി പുളിക്കശ്ശേരി ചെല്ലപ്പൻ, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. സംഭവത്തിൽ ദുരൂഹതയാരോപിച്ച് BJPയും കോൺഗ്രസ് പ്രവർത്തകരും എത്തിയതിനെ തുടർന്ന് സംഘർഷാവസ്ഥയും ആ സ്ഥലത്തുണ്ടായി. ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധനകളെല്ലാം നടത്തി. CPIയിലെ ശ്രീ സാനുവും ബിനീഷ് ഹുണ്ട്രാസ് എന്നു പേരുള്ള അറിയപ്പെടുന്ന ഇവരെൻ്റെ കൃഷികൾ വെട്ടി നശിപ്പിച്ചു. അത് CPIയുടെ പിൻബലത്തോടു കൂടിയാണ് ഇത്രയൊക്കെ ചെയ്തത്. എന്നിട്ട് അവർ തന്നെ പറഞ്ഞു വരുത്തി ഞാൻ തന്നെ കൃഷി നശിപ്പിച്ചത് ഇൻഷുറൻസ് വാങ്ങുന്നതിനായിട്ടാണെന്ന്. കാർഷിക നഴ്സറി നടത്തിയിരുന്ന വൈക്കം തലയാഴം സ്വദേശി ചെല്ലപ്പൻ കഴിഞ്ഞ ദിവസം പ്രാദേശിക CPI നേതാക്കളിൽ ചിലർക്കെതിരെ ഗുരുതര ആരോപണവുമായി ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് രാവിലെയാണ് തലയാഴത്തെ CPI ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ചെല്ലപ്പനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് BJP കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തി. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും എത്തി പരിശോധനകൾ നടത്തിയ ശേഷമാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയത്. മൃതദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പും ലഭിച്ചതായാണ് സൂചന. കുറിപ്പുണ്ടായിരുന്നു. ഞാനാണ് പോലീസിന്റെ ഒപ്പം അവിടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഹോർട്ടിക്കൾച്ചറിന്റെ ലെറ്റർ പാഡിൽ 2 പേജുള്ള കുറിപ്പുണ്ടായിരുന്നു. അതെന്താണെന്ന് അവർ കാണിച്ചിട്ടില്ല. അതിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പേജുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് വായിക്കുകയാണെങ്കിൽ ഇവിടുത്തെ CPI നേതൃത്വം അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആരൊക്കെയാണ്, അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ആത്മഹത്യക്ക് പിന്നിൽ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച ആളുകൾ ആരാണെന്ന് കൃത്യമായിട്ട് അതിനകത്തുണ്ട്. അത് പോലീസുകാർ പുറത്തേക്ക് വിടുന്നില്ല. ചെല്ലപ്പന്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്നാരോപിച്ച് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. ആത്മഹത്യ നടന്ന CPI ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് അടച്ചുപൂട്ടി സീൽ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത് കോൺഗ്രസ് പ്രവർത്തകരും CPI പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റത്തിന് ഇടയാക്കി. പോലീസ് ഇടപെട്ടാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വൈക്കത്ത് CPIയിൽ വലിയ വിഭാഗീയതയും പൊട്ടിത്തെറിയും ഉണ്ടായതിന് പിന്നാലെയാണ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ കർഷകന്റെ ആത്മഹത്യ കൂടി ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ CPI ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നടന്ന ആത്മഹത്യ CPI നേതൃത്വത്തിന് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, കോട്ടയം. പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസമായി ഇന്നും വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ഫണ്ട് വിവാദം, ഡീൽ ആരോപണം, ശബരിമലയിൽ നിലപാട് മാറ്റം എന്നിവയിലായിരുന്നു മുഖ്യമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കണ്ണൂരിൽ സംഘടിപ്പിച്ച മീറ്റ് ദ ലീഡർ പരിപാടിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം.
തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ മോഹൻലാലിൻ്റെ നരസിംഹം സ്റ്റൈലുള്ള നീ പോ വിജയ എന്ന പരിഹാസത്തിന് ഡാഷ് മോനെ രേവന്തെ നിനക്കുള്ള മറുപടി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നാലെ വരുന്നുണ്ടെന്ന് അതിരൂക്ഷമായി തിരിച്ചടിച്ചു. വികസനത്തിനൊപ്പം ജനക്ഷേമവും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സാധ്യമായെന്നും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നും പറഞ്ഞ മുഖ്യമന്ത്രി സമഗ്രമായ നവകേരള നിർമ്മാണം തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി മുന്നിൽ വെച്ചു. വികസന സ്ഥിരതയ്ക്ക് സാമൂഹ്യനീതിക്ക് ജനം പിന്തുണ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. വയനാട് ഫണ്ട് വിവാദത്തിലും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വിമർശനങ്ങൾക്കും മൂർച്ച കൂട്ടി. രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു ഗൗരവത്തിലെടുക്കേണ്ട കാര്യങ്ങളായിട്ട് വരുന്നില്ല. അത്രയും അബദ്ധജടിലമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ ആചാര്യന്മാരുടെ അഭിപ്രായം തേടണമെന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. CPM BJP ഡീൽ എന്നത് കോൺഗ്രസിന്റെ പാപ്പരത്വം കൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDFന് SDPI പിന്തുണ നൽകിയത് കോൺഗ്രസിനും ലീഗിനും വിഷമമുണ്ടാക്കുന്ന കാര്യമെന്നാണ് പിണറായി വിശേഷിപ്പിച്ചത്. പരസ്യവാദത്തിന് വെല്ലുവിളിച്ച തെലങ്കാന മുഖ്യമന്ത്രിക്കും കടുത്ത ഭാഷയിൽ പിണറായി മറുപടി നൽകി. രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാനൂ. G. സുധാകരനും V. കുഞ്ഞികൃഷ്ണനും ശത്രുപാളയത്തിലെത്തിയപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. UDFന്റെ വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്നും വാഗ്ദാനങ്ങളിൽ വിശ്വാസ്യതയില്ല എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. അമൃത ന്യൂസ്, കണ്ണൂർ. ഹോമോനെ വിജയ എന്ന് വീണ്ടും ആവർത്തിക്കുകയായിരുന്നു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. പിണറായി വിജയന്റെ പ്രായത്തെ ബഹുമാനിക്കുന്നു, പിണറായി വിജയന്റെ സമയം കഴിഞ്ഞു, ഇനി വിശ്രമിക്കൂ എന്ന് രേവന്ത് റെഡ്ഡി കൊല്ലത്ത് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പിണറായി പറഞ്ഞതുപോലെ താൻ മറുപടി നൽകാത്തത്. പക്ഷേ കേരളത്തിലെ സ്ത്രീകളെയും ജനങ്ങളെയും അപമാനിക്കരുത്, പ്രവർത്തകരെ കൊണ്ട് ബൈ ബൈ പിണറായി എന്നും രേവന്ത് റെഡ്ഡി വിളിപ്പിച്ചു. പത്തനാപുരത്ത് നടന്ന റോഡ് ഷോയിലാണ് തെലങ്കാന മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ. Finally, I wanted to tell you one thing. Nipo Mone Vijaya. Nipo Mone Vijaya. Your time is over. Your expiry date is over. Go and take rest. Now I wanted to give one slogan. Please support and louder for my slogan. Bye bye Pinarayi. Bye bye Pinarayi. Bye bye Pinarayi. Bye bye Pinarayi. എന്നാൽ ഈ പ്രയോഗത്തിനൊക്കെ ശേഷം ഡിയർ ശ്രീ രേവന്ത് റെഡ്ഡി എന്ന് അഭിസംബോധന ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു കത്ത്. സമൂഹമാധ്യമങ്ങൾ പങ്കുവച്ച കത്തിൽ വ്യക്തി അധിക്ഷേപങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യമായി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലൂടെ തീർക്കാൻ ശ്രമിക്കുന്ന മനോഭാവത്തോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു എന്നാണ് തുടക്കം തന്നെ. ഈ നാടിനെയും ഇവിടുത്തെ സർക്കാരിനെയും അപമാനിക്കുന്ന വസ്തുതാവിരുദ്ധമായ അധിക്ഷേപങ്ങൾ ചൊരിയാൻ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തുനിയുന്നത് ആ പദവിയോടുള്ള അവഹേളനമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ എന്നും കത്തിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾ മുഖ്യമന്ത്രി എണ്ണി ചൂണ്ടിക്കാണിക്കുന്നു. വികസനം കാണാൻ തെലങ്കാനയിലേക്ക് വരാൻ രേവന്ത് റെഡ്ഡി ക്ഷണിച്ചതു മുതലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള തർക്കം തുടങ്ങുന്നത്. അതേസമയം മലയാള ഭാഷയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ ആളാണ് പിണറായി വിജയനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ ഡാഷ് മോനെ എന്ന് വിളിച്ചതിലായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം. മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണ്. ഒന്നും കൂടി ചോദിച്ചിരുന്നുവെങ്കിൽ ആ ഡാഷും കൂടി അദ്ദേഹം പൂരിപ്പിച്ചേനെ. അങ്ങനെയെങ്കിൽ കേരളത്തിന് മുഴുവൻ നാണക്കേടായേനെ എന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനായ NK പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ച 50 വർഷം കൂടെ നടന്ന കമ്മ്യൂണിസ്റ്റിനെ പരമചെറ്റ എന്ന് വിളിച്ച് മലയാള ഭാഷയ്ക്ക് ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്ത ആളാണ് പിണറായി വിജയൻ. എനിക്ക് രേവന്ത് റെഡ്ഡിയോട് ഒന്ന് അഡ്വൈസ് ചെയ്യാം. അദ്ദേഹത്തോട് ഒരിക്കലും പിണറായി വിജയനെ പറ്റി ഒന്നും പറയുന്നത് തിരിച്ച് നിങ്ങൾ കേൾക്കാത്ത ഭൂമി കേൾക്കാത്ത ഭാഷ വരും തമാശ ഒന്നും അദ്ദേഹത്തോട് പറയണം എന്ന് വിചാരിച്ചാൽ പറ്റില്ല.